ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻസൂസ് വൈബ്സ്. ഞാനിപ്പോൾ ഉള്ളത് റിയാദിലാണ്. പോകുന്ന വഴിയിൽ ഒരു ഈന്തപ്പനത്തോട്ടത്തിൽ ഒരുപാട് ആടുകൾ നിൽക്കുന്ന കണ്ടോട് ഞങ്ങളിവിടെ വണ്ടി ഒന്ന് നിർത്തിയാണ്. ജംനാപാരി ആടുകളും ഈ കൂട്ടത്തിലുണ്ട്. ഞാനിപ്പോൾ പോകുന്നത് റിയാദിലെ എഡ്ജ് ഓഫ് ദ വേൾഡിലേക്കാണ്. റിയാദിൽ നിന്ന് 90 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഇങ്ങോട്ടെത്താൻ. ഇതിൽ 40 കിലോമീറ്ററും ഡെസേർട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇത് റിയാദിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇതൊരു മരുഭൂമിയാണ്. ഞങ്ങൾ കുറേ താണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതിവിടുത്തെ കാർ പാർക്കിംഗ് ആണ്. കണ്ടോ ഗൈസ്, അവിടെ സെക്യൂരിറ്റി കാർ കിടപ്പുണ്ട്. ഇനി നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോകണം. ഈ കൊടുത്തിരിക്കുന്ന ബോർഡ് മൊത്തം ഇവിടെ കാറ് എൻട്രി ഇല്ലെന്നാണ്. അവിടെ എവിടെയാണ് ഈ എഡ്ജ് ഓഫ് ദ വേൾഡ്. കണ്ടോ ഗൈസ്, ഇതാണ് ആ ബോർഡ്. ഇവിടെ കാറുകളല്ല, ഇവിടെ അല്ല, ഡേഞ്ചർ ഏരിയ എന്ന് കൊടുത്തിരിപ്പുണ്ട്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയ ഗായ്സ്. ഇത് ഈ ഫോൺ താഴ്ത്തു പോകുന്ന പേടിയുണ്ട്. ഇവിടെ ബാരിയർ ഒന്നുമില്ല. ഒരു കിലോമീറ്ററിന് മേളിലുണ്ട്. ഇവിടെ ടെന്റ് അടിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ക്യാമൽസിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാം. നന്നായിട്ട് തെന്നുന്നുണ്ട് ഗൈസ്. താഴോട്ടുണ്ട്. ഇവിടെ ആരും ഇല്ല ഇപ്പം. വാവ് ഗായ്സ്, എന്തൊരു അടിപൊളിയാ നോക്കിയേ. കേട്ടോ ഗായ്സ്, ഈ എഡ്ജസിൽ നിന്ന് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആ സെക്യൂരിറ്റി അവിടെ കിടക്കുന്നത്. ഇവിടെ കാർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ റോഡിന് വീതി കുറവാണ്. ചിലപ്പം വല്ല ആക്സിഡന്റും സംഭവിച്ചിട്ടുണ്ടാവാം. ഇതിന്റെ മേളിൽ എന്താന്ന് നോക്കാം. നല്ല കാലാവസ്ഥയായി ഗൈസ്. ചൂടൊക്കെ കുറഞ്ഞു. ഇത് എൻ്റെ ലൈവ് വോയിസിലുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. രണ്ട് കാക്കകളാണ്. നല്ല ഉയരത്തിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. എല്ലായിടത്തും ഈ ബോട്ട് കൊടുത്തിരിപ്പുണ്ട്. എന്നാലും ഇതൊരു താഴ്ത്തു നോക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സീനറിയാണ്. ഇനി ഈ വഴി
മൊത്തം നമ്മൾ നടക്കണം. അവിടെ ഒരു ഷൂവിൻ്റെ സോള് കിടക്കുന്നുണ്ട്. ആ 2 ഉണ്ട്. ഇതൊരു നല്ലയും ഒരു ഡേഞ്ചറസും വ്യൂ പോയിന്റ് ആണ്. ഇവിടെ കിടക്കുന്ന വെള്ളമാണ്. അറിഞ്ഞൂടെ ഗൈസ് ഇത് കണ്ടോ, ഇത് സ്റ്റെപ്പ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടം തൊട്ട് തുടങ്ങും. വീഴാതിരിക്കാൻ വേണ്ടിയായിരിക്കും. എന്നിട്ടും തെന്നുന്നുണ്ട്. സ്റ്റെയറിൻ്റെ അടുത്തൂടെ മാറി നിൽക്കാം. നല്ല ഡേഞ്ചറസ് ആണത്. എനിക്ക് കണ്ടിട്ട് പേടിയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു അതാണ് ഇതിൻ്റെ ഉണ്ടെന്ന് എന്നുവെച്ചാ ഗൈസ് കുറേ നടക്കാനുണ്ട്. ഇതല്ല ഉണ്ടെന്ന് തോന്നുന്നു. ഓ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എന്താ ഇങ്ങോട്ട് വഴിയുണ്ട്? നമുക്ക് ചുമ്മാ റിസ്ക് എടുക്കണം. നമുക്ക് സ്ട്രെയിറ്റ് വേ അങ്ങ് പോവാം. എൻ്റെ ഷൂ ഒക്കെ വൈറ്റ് ആവാൻ തുടങ്ങി. ഗൈസ് ആ കാണുന്നതാണ് എഡ്ജ് ഓഫ് ദ വേൾഡ്. എനിക്ക് പേടിയാവുന്നത് ഇത് കണ്ട ഗൈസ്. അടിപൊളിയാന്ന് നോക്കി. സൂക്ഷിക്കണം. എനിക്ക് പേടിയാന്ന് ഗൈസ്. എനിക്ക് പോകണ്ട. പോയേ പറ്റും. തെന്നി താഴോട്ട് പോയാൽ പോലും കിടത്തില്ല. എനിക്കറിഞ്ഞൂടെ ഇതിൻ്റെ അടുത്തൂടൊക്കെ ഇങ്ങനെ വഴികൾ വേറെ വെച്ചിരിപ്പുണ്ട്. ഇതിൻ്റെ മെയിൻ അല്ലാതെ ഇത് ആൾക്കാർ പോയി നോക്കുന്നതാണോന്ന് അറിഞ്ഞൂടാ. ഇവിടെ ആരുമില്ല ഗായ്സ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വരാൻ കുറച്ച് നേരം കഴിയാൻ തോന്നുന്നു. ചിലപ്പോൾ ഇന്ന് മൺഡേ ആയതുകൊണ്ടായിരിക്കും ആരും ഇല്ലാത്ത. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഇവിടെയും സ്റ്റെപ്പ് പോലെ ചെയ്തിരിപ്പുണ്ട്. പെർഫെക്റ്റ് അല്ല, എന്നാലും നമ്മുടെ ബാലൻസിന് വേണ്ടിയാണ്. ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. ഇപ്പം നല്ലൊരു കാറ്റും ഇതൊക്കെ ഗൈസ്. ഇതാണോന്ന് അറിഞ്ഞൂടാ. ഇതായിരിക്കും ഇതിൻ്റെ ഉണ്ട്. വാവ് ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഉണ്ട്. അല്ല, നമുക്ക് ഈ വഴിയും പോവാം. ആ ഇതില്ല, ഇനി അതാണ് ആ ഉണ്ട്. പക്ഷെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയ ഗൈസ്. ഈ വഴി നമുക്ക് വരായിരുന്നു. ഇത് അവിടെ ഒരു ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി ഗൈസ്. ഒക്കെ ഇവിടെ നിന്ന് ഞാൻ കാറൊന്ന് സൂം ചെയ്ത് നോക്കിയതാണ്.
ദേ ഞങ്ങളുടെ കാറ് കിടക്കുന്നുണ്ട് ഗൈസ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈ ഏരിയ ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ഗൈസ്. ഉണ്ട് നമ്മൾ തെന്നിപ്പോയി ഇത്ര ആഴത്തിന്റെ താഴോട്ട് പോവുകയാണ്. എന്റെ കാലൊക്കെ തരുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ചെയ്യുന്നതാണ്. അവരിവിടെ വന്നിട്ടുണ്ടെന്നൊരു മാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്ക്. എനിക്കറിഞ്ഞവിടെ അത് എത്ര സമയം എടുക്കുമെന്നോ ഉണ്ടാക്കാൻ. എന്നിട്ട് ഈ ഏറ്റവും അറ്റത്ത് നിന്നിട്ട് ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. ഇതൊക്കെ കല്ലിങ്ങനെ അടുക്കി വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ചെറുതൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായ ലാൻഡ്മാർക്ക്. നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്. ഇത് വഴി നമുക്ക് ഇറങ്ങി പോവാം. അതൊരു ഫോട്ടോ ഇതാണ് ഏരിയ ആണ്. ഞാൻ ഗൈസ് ഫുള്ള് കവർ ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ ആണ്, എങ്കിലും ഡേഞ്ചറസ് ആണ്. പോലീസ് എന്തൊക്കെയാ പറയുന്നുണ്ട്. എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഈ അടുത്ത സമയത്ത് മഴ പെയ്ത് അവിടുത്തെ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ്. സെക്യൂരിറ്റി അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോകല്ലേ, റിസ്ക്കാന്ന്. എല്ലാവരും ആ പില്ലറിൻ്റെ മേളിൽ കയറിയിരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടാറുണ്ട്. പക്ഷേ അത് ഭയങ്കര റിസ്ക്കാണ്. പോലീസ് അവിടെ കിടപ്പുണ്ട്. പോലീസല്ല, സെക്യൂരിറ്റിയാണ്. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതൊരു അടിപൊളി ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് നടക്കാനും ഉണ്ട്, പിന്നെ റിസ്ക്കുമാണ്. ഈവനിങ് ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരുടെ വണ്ടികളാണ് ഈ കാണുന്നത്. ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഭയങ്കര വെയിറ്റ് ഇത്. കല്ലുരുക്കിയ ലാഭ ചെയ്തുണ്ട്, ഉരുക്കിനകത്ത് പിടിച്ചേക്കുന്നുണ്ട്. ഭയങ്കര വെയിറ്റ് പിടിച്ചു. ഏതോ ടൂറിസ്റ്റിന്റെ കരവിരതാണ് ഈ കാണുന്നത്. അപ്പോൾ ഗായ്സ്, ഞാൻ തിരിച്ച് കാറ് കിടക്കുന്ന അടുത്തെത്തി. ഇത് ഭയങ്കര റിസ്ക്കിയാണ്. എന്നിട്ട് ഒരു SUV ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇന്നൊരു നല്ല കാലാവസ്ഥയായിരുന്നു. കാരണം നല്ല കാറ്റുണ്ട്, ചൂട് കുറവാണ്. ഇത് നമ്മൾ ഫുള്ള് നടക്കണം. അപ്പം ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അങ്ങ് അടിച്ചു പൊളിക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റ.